ഹലോ, നമ്മുടെ പാവം പ്രവാസികൾ നാട്ടിലോട്ട് കാർഗോ അയക്കുന്നതിന് മുമ്പുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ കൺഫ്യൂഷൻ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകാനായിട്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ജോലി ഇവിടെ മതിയാക്കി പോവുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ 7 വർഷമായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ 7 വർഷത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. നാട്ടിൽ ഇടുന്നതും വീട്ടിലിടുന്നതും നല്ല ഡ്രസ്സുകൾ, എനിക്കിവിടെ വന്നപ്പോൾ ഇവർ മേടിച്ച് തന്ന ഡ്രസ്സുകളും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കങ്ങ് കാർഗോ അയക്കാം, നീ അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സാധനങ്ങളങ്ങ് വീട്ടിലെത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാനതെല്ലാം പെട്ടിക്കകത്തും കവറിനകത്തും ഒക്കെ ആക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും സാറ് പറയുന്നത്, നമുക്ക് പുറത്ത് പോകുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരത്ത് പുറത്ത് പോകും സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പുറത്തിട്ടുള്ള ഡ്രസ്സ് ഉൾപ്പെടെ വാരി കെട്ടി ഞാൻ പെട്ടിക്കകത്താക്കി വെച്ചിരിക്കുന്നത്. പുറത്ത് ഇട്ടുകൊണ്ട് പോകാനൊന്നും ഒന്നുമില്ല. വീണ്ടും പെട്ടി ഇങ്ങനെ തുറക്കും, വേണ്ടുള്ള സാധനങ്ങൾ എടുക്കും, ഇടും, പുറത്ത് പോവും, തിരിച്ചു വരും, വീണ്ടും മടക്കി അങ്ങ് പെട്ടിക്കകത്ത് കയറ്റും. 3 ആഴ്ച വരെ ഇനി ഇവിടെ നിൽക്കണം. പക്ഷേ പോകുമ്പോൾ ഉള്ള ലഗേജ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സകല സാധനം ഞാൻ വാരിക്കെട്ടി അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്, നിങ്ങൾ പാവം പ്രവാസി സഹോദരങ്ങൾ എത്രത്തോളം ചിന്തിച്ചും ആലോചിച്ചും ചുരുങ്ങിയൊക്കെ ആയിരിക്കും കാർഗോ അയച്ചതിന് ശേഷം ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്നത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഒരു ഷർട്ട് മാത്രമേ കാണത്തുള്ളൂ പുറത്തിട്ടുകൊണ്ട് പോകേണ്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ജീൻസ് മാത്രമേ കാണത്തുള്ളൂ പുറത്തിട്ടുകൊണ്ട് പോകേണ്ടുള്ളത്. പാവം, കഷ്ടം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം കണക്ക് കൂട്ടിയും ചിന്തിച്ചുമൊക്കെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്.